സർ, ബ്രിട്ടൻ ഉൾപ്പെടെ ലോകത്തെ 10 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത്. ആ 10 രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടനും, മറ്റൊന്ന് കാനഡയും ഓസ്ട്രേലിയയും ഒക്കെയാണ്. ഏറെ ശക്തമായ 3 രാജ്യങ്ങൾ, മറ്റ് ചെറു രാജ്യങ്ങൾ, അങ്ങനെ 10ഓളം രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത്. ഗാസ നമുക്കറിയാം, ഗസയിലേക്ക് കരയാക്രമണം രൂക്ഷമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ. തകർത്തടിച്ച് ഒരു സൈഡിൽ നിന്ന് അവരിങ്ങനെ ഗാസയെ കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബ്രിട്ടന്റെ ഉൾപ്പെടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, രാജഗോപാൽ സാർ, യഥാർത്ഥത്തിൽ ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം ഇതുവഴി നെതന്യാഹുവിനേക്കാൾ ഉപരി ഇത് ട്രംപിനുള്ള ഒരു തിരിച്ചടിയായി കണക്കാക്കാൻ സാധിക്കില്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. ട്രംപിന്റെ തലയ്ക്കാണ്, നമ്മൾ പറയല്ലേ, ഉച്ചിക്കാണ് അടി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാല്, അദ്ദേഹം ലോകത്തുള്ള ആളുകളെയൊക്കെ നന്നാക്കാനായിട്ട് പോയി, അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് പോയി. ഈ പോയ സമയത്ത് സ്വന്തം കൂട്ടുകാരന്റെ മണ്ണിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബാധകമാകാവുന്ന വിഷയങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ എന്തെല്ലാം നീക്കങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്. നീതു സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ബ്രിട്ടൻ ഇത് പലസ്തീനെ അംഗീകരിക്കുന്നു, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് അവരുടെ അംഗീകാരം കൊടുത്തു. ഇന്നലെ അവരുടെ സ്റ്റാമർ, അവരുടെ പ്രധാനമന്ത്രി എക്സിലാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കാനഡ വന്നിരിക്കുന്നു, ഓസ്ട്രേലിയ വന്നിരിക്കുന്നു, പോർച്ചുഗൽ വന്നിരിക്കുന്നു. അങ്ങനെ 10ഓളം രാജ്യങ്ങളുടെ അംഗീകാരം. 10ഓളം രാജ്യങ്ങളിനകത്തില് ട്രംപിന് ഏറ്റവും ഭയപ്പാടും അല്ലെങ്കിൽ അദ്ദേഹം വളരെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതുമായ രാഷ്ട്രമാണ് ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും ശ്രദ്ധിച്ചിരുന്നതുമാണ്. ബ്രിട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന്, ബ്രിട്ടൻ ഈ കൊലച്ചതി ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് തോന്നുന്നു. നേരത്തെ അദ്ദേഹം അങ്ങനെയായിരുന്നല്ലോ, ട്രംപിന്റെ രീതികളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, ആളുകളെ ഉപദ്രവിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. അപ്പൊ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പേരിലെ അധിക ചുങ്കം, അല്ലെ, 50% തീരുവ ഇന്ത്യ മഹാരാജ്യത്തോട്, ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന ഭായി ബന്ധമുണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തോട് 50% തീരുവയാണ് നമുക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിന്റെ ആഘാതങ്ങളൊക്കെ മറികടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല, കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതിന്റെ ഇടയിൽ അദ്ദേഹം ഇവിടുത്തെ വാണിജ്യ സെക്രട്ടറി ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. വാണിജ്യ സെക്രട്ടറി അയച്ചിലൂടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ അടുത്ത ആഴ്ച അങ്ങോട്ട് പോകാനിരിക്കുകയാണ്, അമേരിക്കയ്ക്ക് പോകാനിരിക്കുകയാണ്. നമ്മുടെ വാണിജ്യ കരാറുമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചർച്ചകൾ നടക്കണം അമേരിക്കയിൽ. അദ്ദേഹം അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ബന്ധങ്ങള്, അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഇവിടെ വരുന്നു, നമ്മുടെ മന്ത്രി അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് മഞ്ഞുരുകും എന്നൊക്കെ കരുതിക്കൊണ്ടിരിക്കുന്നതിലാണ് മിനിയാന്ന് H1B വിസയ്ക്ക് തീരുവ ഏർപ്പെടുത്തി, ഈ പറഞ്ഞ പോലെ വലിയ തുക ഏർപ്പെടുത്തി കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? ഈ പറയുന്നത് പോലെ നമ്മള് കാര്യങ്ങളെയൊക്കെ ഒരു ഭംഗിയാക്കി കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായ തീരുമാനങ്ങളാണ്. H1B വിസ പറഞ്ഞില്ലേ, അതിന്റെ ഫീസ് 5 ലക്ഷം രൂപ ഉണ്ടാകുന്നുള്ളത് 88 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വാർഷിക ഫീസ് ഏർപ്പെടുത്തുകയാണ്. പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമേ ആ നിയമം ബാധകമാകൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇന്ത്യക്കാരെ ബാധിക്കുന്നതാണ്. IT കമ്പനികളെയൊക്കെ വളരെ ദോഷകരമായിട്ട്, ടെക്കുകളെയൊക്കെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോയി. ആ സമയത്താണ് ബ്രിട്ടന്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ബ്രിട്ടനിൽ പോയിട്ട് അവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, കലാപങ്ങളുണ്ട്. മുസ്ലിം, അവർ പറയുന്ന പോലെ ജിഹാദികൾ അവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ അവരെയൊക്കെ ഒന്ന് തീർക്കണം, ഒതുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് അവിടോട്ട് പോയത്. അവിടെ പോയി കാര്യങ്ങളൊക്കെ തീർക്കാൻ നോക്കുന്നതിനിടയിലാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് തീരുമാനം വന്നിരിക്കുന്നത്. ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിക്കാത്തൊരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബ്രിട്ടൻ പലസ്തീനെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമേരിക്കയാണല്ലോ ഇസ്രായേലിന്റെ പുറകിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഗോഡ് ഫാദറായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ കാര്യങ്ങളൊക്കെ ഇത് തീർത്തു വരികയായിരുന്നു. ആ പലസ്തീൻ ഗസ സിറ്റി അവർ ഏതാണ്ട് പിടിച്ച് എടുത്ത് തന്നെ ഉള്ള മട്ടിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. നഗരം ഏതാണ്ട് പൂർണ്ണമായിട്ട് അവരുടെ കൈകളിലായി കഴിഞ്ഞു. പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, അല്ലെ. ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നു, ബന്ധുക്കളെ പോലെ ഉപേക്ഷിക്കുന്നു, കെട്ടിടങ്ങളൊക്കെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടെ ആളുകൾ ഓടുകയാണ്. അതിനിടയിൽ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയും നടത്തി. ഇതിനകത്തില്
ഇതെല്ലാം വാരി കളഞ്ഞ ശേഷം, ഈ നഗരങ്ങളിൽ കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം വാരി കളഞ്ഞ ശേഷം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഗാസ സിറ്റിയിലേക്ക് കൂടി വരിക. ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം ഞാൻ പഴയതെല്ലാം ഇടിച്ചു നിരത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ റിയൽ എസ്റ്റേറ്റുകാരെ ക്ഷണിച്ചേച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പൂന്തോട്ടം, അവിടെ പൂന്തോട്ടം നിർമ്മിക്കുന്നതിനായിട്ടും അന്താരാഷ്ട്ര കരാറുകൾ അവരെയൊക്കെ വിളിക്കുകയാണ്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഒരുപാട് ഫ്ളാറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ വേണ്ടി വരും, അതോടൊപ്പം തന്നെ ഇവിടെ മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വലിയ സന്തോഷത്തിലൊക്കെ നിൽക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ യുദ്ധം ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഗാസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബാങ്ക് കൂടെ മാത്രമേ ഉള്ളല്ലോ. ഇപ്പൊ വെസ്റ്റ് ബാങ്കിലേക്ക് കുറച്ച് ആളുകളെ, അഭയാർത്ഥികളെ, ജൂതന്മാരെ അങ്ങോട്ട് അകത്തേക്ക് വിടാം. പഴയതുപോലെ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഘടിപ്പിക്കാം. ഇനി അതുകൂടെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷകരമായ ആ സാഹചര്യത്തിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നു. ആ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്, ബ്രിട്ടന്റെ അംഗീകാരം വന്നിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും നെതന്യാഹു വിട്ടുകിടക്കുന്നത് ഈ പറഞ്ഞില്ലേ, നമ്മള് പഴയ കഥ പറയുകയാണെങ്കിൽ, പുരാണം പറയുകയാണെങ്കിൽ, അഭിമന്യുവിന്റെ, യുദ്ധക്കളത്തിലെ അഭിമന്യുവിന്റെ അവസ്ഥയിലാണ് വന്ന് കിടക്കുന്നത്. എങ്ങനെ ഇതൊക്കെ മറികടക്കും എന്നുള്ള ആശങ്കയാണ്. 4 വശത്തും ശത്രുക്കളാണ് അല്ലെ. 4 ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ഉണ്ടാക്കി കൊടുത്തതാണ് അല്ലെ. ഗൾഫ്, അറബ്, മുസ്ലിം രാജ്യങ്ങൾക്കിടയില്, GCC രാഷ്ട്രങ്ങൾക്കിടയില് ഖത്തറിനെ ആക്രമിച്ചത് എന്ന് വേണ്ട ലോകം മുഴുവൻ, ലോകത്തിലെ ഒരുവിധപ്പെട്ട സൗഹൃദ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതിനെ മുഴുവൻ അദ്ദേഹം വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇനി എന്തൊക്കെ വരുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. അത്ര ആ ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. 4 ചുറ്റും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിൽ പെട്ടുകിടക്കുകയാണ് നെതന്യാഹു ശരിക്കും ഇവിടെ. അപ്പൊ എങ്ങനെയെങ്കിലും ഗസ സിറ്റിയിലെ യുദ്ധം അവസാനിപ്പിച്ച ശേഷം കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ കരുതി നിൽക്കുന്ന അവസരത്തിലാണ് ഇത് നമ്മൾ പറഞ്ഞ ഇടിത്തി പോലെ വന്ന് വീണിരിക്കുകയാണ് ഈ പ്രഖ്യാപനം. ഇനിയിപ്പോ ആരൊക്കെയുണ്ട്? ഇനി ഫ്രാൻസും വരുന്നെന്നാണ് പറയുന്നത്. ഇതിന് പുറമെ ഫ്രാൻസും ഇവരെ അംഗീകരിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. പലസ്തീന്റെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. അത് ഈ പറയുന്നതുപോലെ അതിനെ ഈ വർഷങ്ങളായിട്ട് കിടന്ന് യുദ്ധമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിന് കൃത്യമായിട്ട് അതിർത്തിയും കാര്യങ്ങളും ഒന്നുള്ള രാജ്യമല്ല, ഒരു തലസ്ഥാനം പോലും ഇല്ല അവർക്ക്. തലസ്ഥാനമില്ല, അംഗീകൃതമായിട്ടൊരു സൈന്യശേഷി, അംഗീകരിക്കപ്പെട്ട ഒരു സൈനിക ശേഷി പോലും ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ്. UN പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കാം, നമ്മളെ നിരീക്ഷകരായിട്ട് പോയി ഇരിക്കാം എന്നുള്ളതല്ലാതെ വോട്ടിംഗ് പവർ ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്തെയാണ് ബ്രിട്ടൻ അംഗീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിന് ഒരു തരത്തിലും അവർക്ക് ഒരു അംഗീകാരം കിട്ടാത്ത ഒരു രാജ്യത്തിന് ബ്രിട്ടൻ കയറി അംഗീകരിച്ചിരിക്കുകയാണ്. ബ്രിട്ടന്റെ അംഗീകാരമാണ് ശരിക്കും അവരെ കുടുക്കിക്കളഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇറാനിൽ കയറി അടിക്കാൻ പോയ പോലെ ഇരിക്കും ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇറാനിൽ ആക്രമിക്കാൻ പോയതാണ്, ട്രംപ് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവസാനം ഇറാൻ ശക്തമായ ആണവായുധമുള്ള രാജ്യമാണല്ലോ. അവരത് പ്രയോഗിക്കുമെന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതോടൊപ്പം തന്നെ മൊസാദിന്റെ ചില നീക്കങ്ങൾ അവരുടെ ചാരക്കണ്ണുകൾ ചിലയിടത്തൊന്നും പതിഞ്ഞില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ പിഴവ് പറ്റി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇറാൻ ശക്തമായിട്ട് ആക്രമിക്കും ഉള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ സഹായം തേടി. അപ്പൊ അങ്ങനെയാണല്ലോ, മകൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അച്ഛനാണല്ലോ റോള എടുക്കേണ്ടത്. അപ്പൊ അമേരിക്ക പറഞ്ഞ പോലെ പെന്റഗണിനെ കൊണ്ട് പഴയ ആയുധമൊക്കെ ഇറക്കിച്ചു അല്ലെ, വലിയ പോർവിമാനമൊക്കെ ഇറക്കിച്ചിട്ടാണ് ഇറാനെ അവസാനം ഒതുക്കി തീർത്തത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യും? ഈ നടുക്ക് നിൽക്കുകയാണ്, പോർക്കളത്തിന്റെ നടുക്ക് നിൽക്കുകയാണ് അഭിമന്യു. അഭിമന്യുവിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യവുമാണ്. യുദ്ധ നിയമങ്ങള് അല്ലെ, ആ യുദ്ധ നിയമങ്ങള് ലംഘിച്ചത് തന്നെയാണ്. കൗരവ യുദ്ധ സമയത്ത് മഹാഭാരത യുദ്ധ സമയത്ത് ഈ നിയമങ്ങൾ തെറ്റിച്ചതാണ് പ്രശ്നമായത്. അതുവരെ കൃത്യമായിട്ട് പോകുമായിരുന്നു. ഉദയത്തിന് ശേഷം യുദ്ധം ആരംഭിക്കുക, സൂര്യാസ്തമനത്തിന് ശേഷം തീർക്കുക, അതേപോലെ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ യുദ്ധം പറഞ്ഞില്ല, അവർ ഏർപ്പെടുത്തിയിരുന്ന ആ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടത് അഭിമന്യുവിന്റെ കൊലപാതകത്തോടു കൂടിയാണ്. അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുന്നതോടുകൂടിയാണ്, ചതിച്ചതെന്ന് പറഞ്ഞ് ആക്രമിച്ചു കൊല്ലുന്നതോടുകൂടിയാണ്. അപ്പൊ ആ യുദ്ധമുറ തെറ്റിച്ചതിന് ശേഷം എല്ലാ യുദ്ധമുറകളും പിന്നീട് കണ്ടതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. എല്ലാവരെയും കർണനെ അടക്കം വധിച്ചത് അത്തരം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നെതന്യാഹു പറ്റിക്കിടക്കുന്നത്. അപ്പൊ നെതന്യാഹുവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. അത് അമേരിക്കയുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇതുവരെ കൂടെ നിന്നിട്ട് ഇനിയിപ്പോ ചതിച്ചു മാറാനൊക്കത്തില്ലല്ലോ. പക്ഷെ ഇതിനിടയിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് പറയുന്നത് നെതന്യാഹു കുറച്ച് ഓവറായി പോയി എന്ന് അമേരിക്കയ്ക്ക് ഒരു തോന്നലുണ്ടായി, ട്രംപിന് അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്നാണ് പറയുന്നത്. ഇയാളോട് പറഞ്ഞത് ചില മിനിമം കാര്യങ്ങൾ ചെയ്യാനേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ട്രംപ് അറിയാത്ത, അമേരിക്ക അറിയാത്ത ചില ചാട്ടങ്ങളൊക്കെ നെതന്യാഹു ചാടി എന്നാണ് പറയുന്നത്. നമ്മളതിനെ ഒന്നൊരു ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ,
നെതന്യാഹുവിനോട് UP ക്ലാസ്സിൽ ഇരിക്കാനാണ് പറഞ്ഞത്. 7 വരെയുള്ള ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ അയാൾ ചാടി കയറി ഹൈസ്കൂളിലേക്ക് പോയെന്നാണ്, അല്ലെങ്കിൽ പിന്നെ +2 + അത്തരം ക്ലാസ്സുകളിലേക്ക് ചാടിപ്പോയി എന്നാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അങ്ങനെയും ചില നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് സത്യാവസ്ഥ എന്നുള്ളത് വരികയുള്ളൂ. അപ്പൊ അങ്ങനെ അതല്ല, ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രംപിനെ പെന്റഗണിനെ വിളിച്ച് പറയേണ്ടി വരും, നമ്മുടെ പഴയ പടക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ ഇറക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ല നടുക്ക് നിൽക്കുന്ന ഈ കക്ഷിയെ എങ്ങനെയെങ്കിലും അവിടെ രക്ഷിച്ചെടുക്കണം. വീണ്ടും അമേരിക്ക കളത്തിലിറങ്ങുമോ, അതൊരു പറഞ്ഞിട്ട് ഒരു ആഗോള യുദ്ധ സാഹചര്യം അവന്റെ ഉണ്ടാക്കുമോ, ഒന്നും പറയാൻ വയ്യ. പശ്ചിമേഷ്യയിലെ സ്ത്രീയൊക്കെ മറ്റൊരു തരത്തിലുള്ള പോർമുഖം അവിടെ തുറക്കപ്പെടുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ സാഹചര്യങ്ങൾ കാണുന്നത്. എന്തായാലും നെതന്യാഹുവിനേക്കാൾ ഉപരി ട്രംപിന് കിട്ടിയ ഒരടിയാണ്. ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 8ന്റെ പണി കൊടുക്കാം, എങ്ങനെ കൊടുക്കാം എന്ന് ആലോചിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇസ്രയേലിനെയോ അല്ലെങ്കിൽ നെതന്യാഹു ചെയ്യുന്ന ചില കാര്യങ്ങളെയോ അല്ലെങ്കിൽ പലസ്തീനെയോ ഗാസ വിഷയത്തെയോ ഒന്നും അദ്ദേഹം വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. അതെല്ലാം ഒരു ക്ലീശേ സംഭവം എന്ന രീതിയിൽ ട്രംപ് വിട്ടുകളയുകയായിരുന്നു. അതിനിടയിൽ രാജഗോപാൽ സാറി സൂചിപ്പിച്ചതുപോലെ നെതന്യാഹു ഓവറായി എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ നെതന്യാഹു ഗാസയ്ക്ക് മേൽ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേൽ ഗാസ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തി. അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ ഗാസയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കരയാക്രമണം പോലും അതിന്റെ ഉദാഹരണമാണ്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ റിയൽ എസ്റ്റേറ്റുകളെ, മറ്റ് ബിസിനസ്സുകാരെ, മറ്റ് ബ്രാൻഡുകളെ ഉൾപ്പെടെ അദ്ദേഹം അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന കാഴ്ച വരെയുണ്ടായി. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപും നെതന്യാഹുവും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും, എങ്ങനെ നേരിടും എന്നത് കണ്ടറിയണം. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.